ആർവിജി സർ, ഇന്ന് ഹരിതവിദ്യാലയത്തിൽ എത്തിയിരിക്കുന്ന ഈ സ്കൂളിലെ കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് റിപ്പോർട്ടേഴ്സ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവരൊക്കെ TV ചാനൽ റിപ്പോർട്ടേഴ്സാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്. വിദ്യാവിഷൻ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എറണാകുളത്തിന്റെ സ്വന്തം ചാനലിന്റെ പേരാണ് വിദ്യാവിഷൻ, അല്ലേ? വിദ്യാവിഷനെ കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം. നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഹരിതവിദ്യാലയത്തിലേക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എറണാകുളത്തിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇതാണ് കൊച്ചി നഗരത്തിന്റെ തിലകക്കുറിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1889 കൊച്ചി മഹാരാജാവ് ഒരു എലിമെന്ററി സ്കൂളായി ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. ജയ് ഹിന്ദ്. സ്വരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. കൊച്ചി IPL ടീമിനെ രക്ഷപ്പെടാൻ BCCI ഒരു അവസരം കൂടി നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾക്ക് വിരാമം നൽകിക്കൊണ്ട് ശുഭദിനാശംസകളോടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സാങ്കേതിക മികവ്, പാഠ്യേതര പ്രവർത്തനങ്ങൾ, ശുചിത്വവും പോഷകാഹാരവും. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ഈ ഹരിത വിദ്യാലയം കാണാറുണ്ടോ? കാണാറുണ്ട്. ഏത് ചാനലിലാണ് കാണാറ്? ദൂരദർശൻ. ഇങ്ങനെ ഒരു ചാനലുള്ള അറിയാവോ? വിക്ടേഴ്സ് അറിയാം സർ. സ്കൂൾ കാണിക്കുന്നുണ്ടോ? അത് ഞങ്ങളുടെ നേരത്തെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കുറെ പ്രൊജക്ട് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്, സംരക്ഷണം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജാനുവരിയുടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്രൊജക്ട് വർക്ക്സ് ഒക്കെ. അപ്പോൾ കുട്ടികൾ അതിന്റെ ബിസി ആയിട്ട് കാണിക്കാൻ പറ്റാറില്ല. ഞങ്ങളൊക്കെ ഓരോ വർക്ക്സിനായിട്ട് പോകും. ഇപ്പോൾ ലൈബ്രറിയും പിന്നെ പ്രാക്ടീസാണ്. 3 മണി കഴിഞ്ഞാൽ കാണിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും പ്രാക്ടീസസ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നായിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ജാനുവരി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾക്കത് ഇത്ര സ്പീഡ് തന്നെയാണോ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ വർത്താനം പറയാ? കുഴപ്പമില്ല. ശരി മോളെ, ഇതിലെ ഈ ഹരിത വിദ്യാലയത്തിൻ്റെ ഒരു അവതരണ ഗാനമില്ലേ, കേട്ടിട്ടുണ്ടോ? അത് ഹരിത വിദ്യാലയം കാണാറുണ്ട് എന്നല്ലേ പറഞ്ഞു. എന്താണ്? മൺതരി തൊട്ട് മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നേ കേട്ടിട്ടുണ്ടല്ലേ? ആരെഴുതിയതാ അത്? സർ, ഞാൻ മലയാളം അല്ല എടുത്തത്. മലയാളം ആര് ഉള്ളത്? വേറെ സുഹൃത അറിയില്ല. മോളെന്താ എടുത്തത്? വാണി രാധാകൃഷ്ണൻ. എന്താണ്? മലയാളം അല്ലേ? മലയാളമാണ്. അല്ല, എല്ലാരും എന്താ എടുത്തിരിക്കുന്നത്? മലയാളമാണ്. അറിയാവോ ആരാണ് എന്നുള്ളത്? അറിയില്ല സർ. അറിയണ്ടേ? ഇത് നമ്മുടെ ഇന്ന് നിങ്ങൾ ഇവിടെ ഹരിത വിദ്യാലയത്തിന് വരുന്നു സർ. ഒരു ക്ലൂ അല്ല, എനിക്ക് മുരുകൻ കാട്ടാക്കട. എന്താണ്? ഒന്ന് ആലോചിച്ചേ. അദ്ദേഹത്തിന് ഒരു ഇനീഷ്യലാണ് അറിയപ്പെടുന്നത്. ഒരു ക്ലൂ തരാം. അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ വലിയ ഒരു ONV കുറുപ്പ്. പഠനാനുബന്ധ പ്രവർത്തനവും പഠന പ്രവർത്തനവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെടും? പഠന പ്രവർത്തനം എന്ന് പറയാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളാകാം പഠന പ്രവർത്തനങ്ങൾ. പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ നേരത്ത് പാഠപുസ്തകത്തിന് പുറത്തേക്ക് ഒരു കുട്ടിയുടെ അറിവിനെ ക്ഷണിക്കുന്നതിനുള്ള ഈ ഇപ്പോൾ പറഞ്ഞ പ്രവർത്തനം ആ രീതിയിൽ എങ്ങനെയാണ് പാഠപുസ്തകത്തിന് പുറത്തേക്ക് കുട്ടിയുടെ അറിവിനെ ക്ഷണിച്ചത്? ഇപ്പൊ ഞങ്ങൾ വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി കണ്ടു. അല്ലല്ല, ഈ പറഞ്ഞ പ്രവർത്തനം ഇപ്പോൾ പറഞ്ഞല്ലോ, 70-കാരുടെ യോഗം സംബന്ധിച്ച് ഒരു പ്രവർത്തനം നടത്തിയതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാഠ്യാനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തെ പാഠപുസ്തകത്തിന് പുറത്തേക്ക് ഉള്ള ഒരു അറിവിലേക്ക് നിങ്ങളെ നയിച്ചത്? അതാണ് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി കണ്ടിരുന്നു. അപ്പോൾ ആ ഡോക്യുമെന്ററിയിൽ ഒരു അച്ഛൻ മകനോട്, ഒരു വൃദ്ധനായ പിതാവ് മകനോട് ഒരു കുരുവി വന്നിരിക്കുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുന്ന ഒരു ഇതാണ്. കുറേ പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ മകന് ദേഷ്യം വരികയും
അതിനെ തുടർന്ന് അച്ഛൻ്റെ ഒരു ഡയറി കുറിപ്പ് മകനെ കാണിക്കുന്നു. മകൻ അത് വായിക്കുന്നു. അപ്പോൾ ഇതേ സംഭവം തന്നെ മകൻ കുട്ടിക്കാലത്ത് ഈ ചോദ്യം കുരുവി എന്താണ് എന്നുള്ള ചോദ്യം ആവർത്തിച്ചു എന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇഷ്ടമാതിരി വൃദ്ധ സദനങ്ങളുണ്ട്. അത്തരമൊരു നമ്മൾ പഠിക്കുന്ന കാര്യം സമൂഹത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ നമുക്ക് സമൂഹമായി അതിനൊരു ബന്ധം വേണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് സമൂഹമായി. വ്യക്തമായി സുഹൃത, വളരെ നല്ല ഉത്തരം, വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷം. ഞാൻ വിന്നി റോസയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ വിദ്യാവിഷൻ ചാനൽ അവതരിപ്പിക്കുമ്പം വിന്നി റോസയോട് പറയാണ്, കുഞ്ഞു കുട്ടികൾക്ക് ശുചിത്വവും ആരോഗ്യവും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് പറയണം. ശുചിത്വം നമുക്ക് വളരെ ആവശ്യമാണ്, നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണെന്നല്ല, കുറച്ചുകൂടെ ഒരു ഉയർന്ന നിലവാരത്തിൽ സംസാരിക്കണം. ഒരു 2 സെൻറ്റൻസ് പറഞ്ഞു വെച്ചാൽ മതി. ശുചിത്വവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. വിദ്യാവിഷൻ ചാനലാന്ന് ഓർത്തോണം, അധികം സമയമില്ല. കാച്ചി കുറിക പോലെ നന്നായിട്ട് പറയണം. അതുപോലെ തന്നെ കീർത്തി ഗോപകുമാറിനോട് ഞാൻ ചോദിക്കും, ഒരു സ്ത്രീപക്ഷമായിട്ട് പറഞ്ഞാൽ മതി. വളർന്നു വരുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ പോഷകാഹാരം സ്ത്രീകൾക്ക് എത്ര ആവശ്യമാണ് എന്നുള്ളതിനെപ്പറ്റി വിദ്യാവിഷനിൽ നിങ്ങൾ 2 പേരുമാണ് ഇന്ന് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് വെച്ച് 2 സെൻറ്റൻസ് വെച്ച് പറയണം. അപ്പോൾ വിദ്യാവിഷൻ ചാനൽ റെഡിയായോ? അപ്പോൾ വിന്നി റോസ പറഞ്ഞേ. ശുചിത്വവും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ശുചിത്വം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വവും നമ്മൾ പാലിക്കണം. ഇത് പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണോ? ഈ ആമുഖം എല്ലാവർക്കും അറിയാം. ഒരു ബന്ധം സ്ഥാപിച്ചതാണ് എനിക്ക്. കീർത്തി ഗോപകുമാറിനൊരു, നിങ്ങൾ വലിയ കുട്ടികളെ, ഇത് LP സ്കൂളിൽ പിള്ളേർ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. പോഷകാഹാരവും പെൺകുട്ടികളും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ ഒത്തിരി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് അങ്ങനെ ഒത്തിരി ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി സമ്പന്നമായ ആഹാരങ്ങളും. പോഷകം കുറഞ്ഞു പോയ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും? ഓരോ അസുഖങ്ങൾ, അങ്ങനെ വിളർച്ച പറഞ്ഞു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടെന്ന്. വിളർച്ച എന്ന് പറഞ്ഞു. നല്ല വിളർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്ത് കുറയുമ്പോഴാണ് ഈ വിളർച്ച ഉണ്ടാവുന്നത്? ഈ വിറ്റാമിൻസ് ഒക്കെ കുറയുമ്പോൾ. ഏതാണെന്ന് പറയൂ കുറച്ചുകൂടെ ഒക്കെ. ഇത്രയും വലിയ കുട്ടി വിറ്റാമിൻ അല്ല, എന്ത് കുറയുമ്പോഴേ വിളർച്ച, അനീമിയ എന്ന് പറയുന്നത്? വിളർച്ച വന്നു എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി ആദ്യം തരുന്ന ഒരു ടോണിക്കോ ഗുളികയോ? അതെ, അയണാണ്. അപ്പം മറ്റേ വിന്നി റോസ തയ്യാറായില്ലേ? പെൺകുട്ടികൾക്ക് തന്നെ ശുചിത്വം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും. ഞാനിത് പറയല്ലെന്ന് പറഞ്ഞു. അപ്പം ഇനി ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഒരു ശക്തി മേഖലയായിട്ട് നിങ്ങൾ പറഞ്ഞേക്കുന്ന ശുചിത്വവും പോഷകാഹാരവുമാണ്. അപ്പം ശുചിയായിട്ട് നടക്കുക എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതിൻ്റെ ഒരു അറിവ് തലം ഉണ്ടാവണം അല്ലേ? ഈ ശുചിത്വം എന്തുകൊണ്ടാണ്? ഇപ്പം കൈ കഴുകിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന, ഞാൻ ചോദിക്കാം, ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, കൈ കഴുകി സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന 5 രോഗങ്ങൾ പറയാൻ തയ്യാറായിരിക്കണം. ഞാനിപ്പോൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ അസംബ്ലിയിലോ വിദ്യാവിഷൻ ചാനലിലോ സോപ്പിട്ട് കൈ കഴുകണമെന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ്? സോപ്പിട്ട് കൈ കഴുകിയിൽ ഉണ്ടാവുന്ന കുറഞ്ഞ 5 രോഗങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ശുചിത്വവും പോഷകാഹാരം ഇല്ലെങ്കിൽ ഈ വളർന്ന പ്രായത്തിൽ ഇപ്പോൾ വിളർച്ച ഉണ്ടായ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും, പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഒരു അടുത്ത പടി. നിങ്ങൾ ശുചിത്വവും പോഷകാഹാരമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ വലിയ കുട്ടികളും മിടുക്കികളും അല്ലേ, ഇത്രയും നല്ല അധ്യാപകരും വലിയൊരു സ്കൂളും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രതീക്ഷിച്ചു. ഇന്റർനെറ്റ് സൗകര്യം ഒടുവിൽ ഉപയോഗിച്ചത് ഏത് ആവശ്യത്തിനായിരുന്നു? ഞാനിപ്പോൾ 22-ാം തീയതി ഞങ്ങൾക്ക് മാത്സിൽ ഒരു സെമിനാർ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. രാമാനുജനെ കുറിച്ചായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നു. എങ്ങനെ ഉപയോഗിച്ചു? ഇന്റർനെറ്റ് എടുത്തു കഴിയാൻ നേരത്ത് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റിന്റെ ഗൂഗിളില് എന്താ സെർച്ചിന് കൊടുത്തത്? രാമാനുജൻ എന്ന് കൊടുത്തു. അപ്പൊ എന്തെല്ലാം കിട്ടും? ഒരുപാട് കിട്ടും അല്ലേ? അതിൽ ഏത് സൈറ്റാണ് എടുത്തത്? എന്നിട്ട് രാമാനുജന്റെ ജീവചരിത്രം, പിന്നെ ജീവചരിത്രം ഏത് പുസ്തകമാണോ കിട്ടിയത്? അതോ വിക്കിപീഡിയയിലുള്ള രാമാനുജൻ ലേഖനമാണ്? അതാണ് വിക്കിപീഡിയയുടെ ഒരു കുഴപ്പം. അവിടെ അന്വേഷണം, രാമാനുജനെ പറ്റി മനോഹരമായ ഒരു പുസ്തകമുണ്ട്. നിങ്ങളുടെ ലൈബ്രറിയിലുണ്ടോ അത്? ആ പുസ്തകം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രാമാനുജനെ പറ്റി എന്താ പേര് പറയൂ?
ഒരു കുട്ടി കൊണ്ടുവന്നിരുന്നു ക്രിസ്റ്റാബെൻ അല്ലേ? ആ പുസ്തകത്തിന്റെ പേരെന്താ? പുസ്തകത്തിന്റെ പേരല്ല, ഒരു കുട്ടി കൊണ്ടുവന്നിരുന്ന അതായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഒരു പുസ്തകത്തിന്റെ പേര് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, വിക്കിപീഡിയയിൽ നിന്നോ എവിടെന്നാന്ന് വെച്ചാല്. ഡൈജസ്റ്റുകള് ഒരു അല്ല, ആ പുസ്തകം രാമാനുജന്റെ പുസ്തകം വായിക്കണം. രാമാനുജനെ പറ്റി പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കൂ. രാമാനുജനെ പറ്റിയുള്ള പുസ്തകം ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി വായിക്കുന്നതിന് പകരമാവില്ല വിക്കിപീഡിയ, കേട്ടോ. വിക്കിപീഡിയയുടെ അപകടം അതാണ്, നമ്മൾ വായിക്കുന്നതിന് പകരമാകുക. അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു അപകടം, കഥകളി കാണുന്നതിന് പകരം സെർച്ച് ചെയ്യുക, കഥകളി വിജ്ഞാനകോശം നോക്കുക, കഥകളി മുമ്പിൽ നിൽക്കുകയല്ലേ, മോളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നല്ലേ. അതിന് പകരമാവരുത് ഇതൊന്നും. സാങ്കേതിക മികവിൻ്റെ അപകടം അതാണ്, കേട്ടോ. നമ്മൾ നേരിട്ട് ജീവിതത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പഠിക്കുന്നതിന് പകരം വയ്ക്കലാവരുത് സാങ്കേതിക വിദ്യ. അത് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ലത്. അതായത് നമ്മളിവിടെ പ്രത്യേകിച്ച് ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്, ശുചിത്വവും പോഷകാഹാരം എന്നുള്ള മേഖലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എവിടെയോ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ യൂറിനൽസിൻ്റെ, ഇത് ഗേൾസ് ഓൺലി സ്കൂളാണ്, പക്ഷേ അതിന് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നമുക്ക് ബാത്റൂംസ് ഇല്ല എന്നുള്ളൊരു വീക്ഷണം ഇതിലിവിടെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ബാത്റൂം പെൺകുട്ടികൾക്ക് വേണ്ട ആവശ്യത്തിനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിനില്ല എന്ന് പറയുമ്പോൾ അത് കണക്കനുസരിച്ച്, ഇപ്പോൾ കോടതിയുടെയൊക്കെ കണക്കനുസരിച്ചുള്ള ബാത്റൂം ഇല്ലെങ്കിൽ പോലും ഉള്ള ബാത്റൂം വളരെ ഭംഗിയായിട്ട് കൊണ്ടടക്കാനും അത്ര കുറവൊന്നുമില്ല. എന്നാലും പരിഹരിക്കാൻ വേണ്ടി എന്താ എന്തെങ്കിലും പ്ലാൻ? പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു സൗകര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതി വളരെ കുറവുണ്ട്. മനസ്സിലാക്കാവുന്നുള്ളൂ. അതാണ് പ്രധാനമായിട്ടും ബാത്റൂമിൻ്റെ ഒരു അഭാവം. ഈ പൈ എന്ന് പറഞ്ഞൊരു സംഖ്യ പഠിച്ചിട്ടുണ്ടല്ലോ, എവിടെയാ അത് കേട്ടത്? പൈ എന്നുള്ള സംഖ്യ, ഗ്രീക്ക് അക്ഷരം പൈ എഴുതുന്നത് ഏത് സാഹചര്യത്തിലാണ് പൈ എന്ന് പറയുന്ന സംഖ്യ പരിചയപ്പെട്ടത്? പൈ എന്ന സംഖ്യ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് പൈ എന്നുള്ള സംഖ്യ ഇതുവരെ കേട്ടിട്ടില്ലേ? 9ാം ക്ലാസ്സിലുണ്ടല്ലോ, വൃത്തത്തിന്റെ വ്യാസം. അതാണ് വൃത്തമായിട്ട് ബന്ധപ്പെട്ട കേട്ടിട്ടുള്ളത്. രാമാനുജം പയ്യുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ട് അറിയോ? ഈ വിക്കിപീഡിയ ഒക്കെ നോക്കിന്നല്ലേ പറഞ്ഞ്, അതിൽ എവിടെയെങ്കിലും വിക്കിപീഡിയ ആർട്ടിക്കിളിൽ തന്നെ അത് ഉണ്ട്, കണ്ടില്ല? ഇനി പോയിട്ട് നോക്കണം കേട്ടോ. ഈ പൈ അതുകൂടി ചോദിച്ചിട്ട് നിർത്താം. ഈ പൈ എങ്ങനെയാ കേട്ടിട്ടില്ല? പൈ ഇപ്പൊ ഒരു 1-2 ദശാംശത്തിന് പൈ പറയാമോ? 3.14. അത് നിൽക്കട്ടെ. ഇനി അത് നിൽക്കുമോ അവിടെ, അതോ തുടരുമോ? എന്താ തുടരും? ഇപ്പൊ എത്ര വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഏതാണ്ട് എത്ര പേജുകളോളം. കോടിക്കണക്കിന്. ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? ഒരു വലിയ വൃത്തം വരച്ചിട്ട് ഹരിച്ച് കിട്ടുമോ ഇങ്ങനെ? കോടിക്കണക്കിന് അക്കങ്ങൾ കിട്ടിയെന്നറിയാം, പക്ഷെ അത് എങ്ങനെയാണെന്നും കൂടി ആലോചിക്കണ്ടേ നമ്മള്. വലിയൊരു വൃത്തം വരച്ചിട്ട് അല്ലേ, അതിന് ചരട് പിടിച്ചിട്ട് ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് ഹരിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെങ്ങനെയാ? പയ്യനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് പഠിക്കാൻ. അതെ, അപ്പൊ അതിന് ഈ രാമാനുജവും നേരത്തെ ഞാൻ ചോദിച്ച രാമാനുജത്തിന് പറഞ്ഞ, രാമാനുജൻ മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, പക്ഷെ രാമാനുജൻ അതൊന്ന് കൂട്ടി വായിച്ചു നോക്കുക. ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നത് കൂട്ടി ചേർക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കണം. പാഠപുസ്തകം നിങ്ങൾ തന്നെ വായിക്കാറുണ്ടോ? നോക്കാറില്ല, വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട് എന്ന് പറയുന്നതിന്റെ ഇതിൽ തന്നെ അതൊന്ന് വിസ്തരിച്ച് വായിച്ചാൽ, വൃത്തത്തിന്റെ അളവുകൾ എന്നുള്ളത് വായിച്ചാൽ ഈ പറഞ്ഞതെല്ലാം അവിടെ കിട്ടും. അപ്പോൾ പോയി കണക്കിൻ്റെ പുസ്തകം വായിക്കണം കേട്ടോ. മാഷെ പോലുള്ളവർ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ വായിക്കാനാണ്, ടീച്ചർക്ക് വായിക്കാനല്ല പാഠപുസ്തകം കേട്ടോ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എറണാകുളത്തിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എറണാകുളത്തിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 88.1 out of 100.